പ്രൈസലോ 114 സങ്കീർത്തനം 5 വാക്യത്തിൽ ഒരു പ്രത്യേക പദം നമ്മൾ കാണുന്നുണ്ട്. സമുദ്രമേ നീ ഓടുന്നതെന്ത്, യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത്. മറ്റു വാക്കിൽ പറഞ്ഞാൽ സമുദ്രത്തിന്റെ ഓട്ടം, യോർദാന്റെ പിൻവാങ്ങൽ. എന്തുകൊണ്ട് സമുദ്രം തിരിഞ്ഞോടുന്നു? നമുക്കറിയാം, കടൽ തീരത്ത് സാധാരണയായി നമ്മളൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ, കടൽ തീരത്ത് കടൽ കാണാൻ പോവുകയാണെങ്കിൽ തിരയിറങ്ങി പോകുമ്പോൾ കടലിലേക്ക് അല്പം ഇറങ്ങിച്ചെല്ലും. എന്നാൽ വലിയ ശക്തിയോട് തിര കയറി വരുമ്പോൾ എത്ര ശക്തനാണെങ്കിലും തിരിഞ്ഞോടും. തിരയുടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സമുദ്രത്തിന്റെ ജോലി തന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവനെ ഓടിക്കുക. നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് തിരിച്ച് നമ്മളെ ഓടിക്കും. എന്നാൽ ഇവിടെ വേദപുസ്തകത്തിൽ ഈ വാക്യത്തിൽ പറയുന്നത്, സമുദ്രമേ നീ ഓടുന്നതെന്താ? നാളിതുവരെ നീ ഞങ്ങളെ ഓടിച്ചു, പക്ഷെങ്കിൽ ഇപ്പം നീ ഞങ്ങളുടെ മുമ്പിൽ ഓടുക. അതിന്റെ പശ്ചാത്തലം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് അവരുടെ അടിമത്തം കഴിഞ്ഞ് കനാൻ നാടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക. ചെങ്കടലിന്റെ തീരത്തെത്തിയപ്പോൾ അവിടെ ഒന്ന് രണ്ട് പദങ്ങളുണ്ട്. യെശയ്യാ പ്രവചനം 63 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഭാഗം കാണുന്നുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കൈ നീട്ടുക. മോശ കൈ നീട്ടിയപ്പോൾ മോശയുടെ വലം കൈക്കൽ യഹോവയുടെ ഭുജം വെളിപ്പെട്ടു. ആ ശക്തിയുള്ള ഭുജം വെളിപ്പെട്ടപ്പോൾ സമുദ്രം കണ്ടത് മോശയല്ല, സർവശക്തനായ ദൈവത്തെയാണ്. സർവശക്തനായ ദൈവത്തെ കണ്ടപ്പോൾ സമുദ്രത്തിൽ നിൽക്കാൻ കഴിയത്തില്ല. ആ ദൈവത്തിന്റെ മുമ്പിൽ സമുദ്രം പിന്തിരിഞ്ഞോടുക. ആ ഓട്ടത്തെ നോക്കിക്കൊണ്ട് സങ്കീർത്തനക്കാരൻ പാടുകയാണ്, സമുദ്രമേ നീ ഓടുന്നതെന്ത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ സമുദ്രത്തിലെ തിരമാല പോലെ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ നേരെ അടിച്ചു കയറാം. ഈ പ്രശ്നത്തിന് മുമ്പിൽ നമ്മൾ പലപ്പോഴും തിരിഞ്ഞോടാറുണ്ട്. പ്രാരംഭത്തിൽ പറഞ്ഞ വാക്ക് ആവർത്തിച്ചോട്ടെ, സമുദ്രം എപ്പോഴും തന്നിലേക്ക് അടുക്കുന്നവരെ ഓടിക്കുക സമുദ്രത്തിന്റെ സ്വഭാവം. എന്നാൽ സർവശക്തൻ കൂടെ ഉള്ളപ്പോൾ, ദൈവത്തിന്റെ വാക്ക് മോശ അനുസരിക്കാൻ തയ്യാറായപ്പോൾ, ആ അനുസരണത്തിന്റെ പിന്നിൽ, വിശ്വാസത്തിന്റെ പിന്നിൽ യഹോവയുടെ ഭുജം കൂടെ വെളിപ്പെട്ടപ്പോൾ, ഇന്നലെ വരെ ഓടിച്ചത് എന്റെ മുമ്പിൽ നിന്ന് തിരിഞ്ഞോടുക. ജീവിതത്തിൽ നമുക്കിതൊന്ന് പ്രാവർത്തികമാകാൻ പറ്റുമോ? നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, പലപ്പോഴും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ മേഖലകളിലും മുന്നേറണം ഞാൻ ആഗ്രഹിക്കുമ്പോൾ പ്രശ്നം ഈ തിരമാല പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്ന് എന്നെ പിന്തിരിപ്പിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ വാക്കനുസരിച്ച്, ദൈവത്തിലുള്ള വിശ്വാസത്തോട് ഞാൻ കരം നീട്ടുമ്പോൾ, എൻ്റെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം എൻ്റെ കരത്തോടൊപ്പം വെളിപ്പെട്ടാൽ ചില പ്രശ്നം എൻ്റെ മുമ്പിൽ നിന്ന് പിന്തിരിഞ്ഞോടും. ആ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് നമുക്ക് വിളിച്ചു പറയാൻ കഴിയണം, പ്രശ്നമേ നീ ഓടുന്നതെന്താ. ആ ഓട്ടത്തിനിടയിൽ പ്രശ്നത്തിനൊരു വാക്ക് പറവാനുണ്ട്, സർവശക്തന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ തിരിഞ്ഞോടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് പിന്തിരിഞ്ഞോടുന്ന ആ ഓട്ടത്തിൽ അവസാനിപ്പിച്ചിട്ട് പ്രശ്നത്തിന്റെ നേരെ ചെല്ലാമോ, ദൈവത്തോടൊപ്പം ചെല്ലാമോ, ചില പ്രശ്നം നമ്മുടെ മുമ്പിൽ നിന്ന് പിന്തിരിഞ്ഞോടും. വലിയവനായ കർത്താവ് നമുക്ക് അതിനിട വരുത്തട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഹാവ് എ ടെൻഷൻ ഫ്രീ ലൈഫ്. ഗോഡ് ബ്ലസ് യു.